ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ശർക്കര പൊങ്കലിന്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഞാൻ എടുക്കുന്ന റെസിപ്പീസ് ഒത്തന്റിക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരു റെസിപ്പി എടുത്ത് വീട്ടിലുള്ളവരുടെ ടേസ്റ്റിനനുസരിച്ച് അതിൽ ചില മാറ്റങ്ങളെല്ലാം വരുത്തിയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പം ശർക്കര പൊങ്കല് ചിലരെല്ലാം പാലിലാണ് അരി വേവിക്കുന്നത്. ഞാൻ ഇന്ന് പാലിലല്ല വേവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിലെല്ലാവരും കഴിക്കണമല്ലോ. അപ്പൊ അവരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ റെസിപ്പീസ് പ്രസന്റ് ചെയ്യുന്നത്. വെൺപൊങ്കലിന്റെ റെസിപ്പിയും ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ശർക്കര പൊങ്കലിന്റെ റെസിപ്പിയിലേക്ക് കടക്കാം. വിളവെടുപ്പിന്റെ ഉത്സവമാണ് പൊങ്കൽ അഥവാ തൈപ്പൊങ്കൽ. തമിഴ് കലണ്ടർ അനുസരിച്ച് തായ് മാസത്തിലാണ് പൊങ്കൽ വരുന്നത്. ആ ദിവസം നമ്മൾ ശർക്കര പൊങ്കലാണ് ഉണ്ടാക്കിയത്. അതിന് 1/2 കപ്പ് പച്ചരി എടുത്ത് നല്ലപോലെ കഴുകി ഒരു അരിപ്പിലിട്ട് വെള്ളം പോകാനായി വെച്ചു. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചെറുപയറെടുത്ത് അതും നല്ലപോലെ കഴുകി അരിപ്പിലിട്ട് വെള്ളം പോകാനായി വെച്ചിട്ടുണ്ട്. ഇനി 4 അച്ച് വെള്ളം എടുത്ത് അതിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ശർക്കര പാനി ഉണ്ടാക്കി ഒന്ന് അരിച്ചെടുക്കണം. അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്ത അടുപ്പിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ ആരാൻ വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. കുറച്ച് അടിക്കൊക്കെ പിടിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് നെയ്യ് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ചേ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഈ അരിനെല്ലാം ഒരു പാത്രത്തിലേക്ക് വാരിയെടുക്കാം. ഈ പരുവായിട്ടുണ്ട്. ഇനി ഇതേ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ ചെറുപയർ പരിപ്പിട്ട് അതും ഒന്ന് വറുത്തെടുക്കുക. ചെറുതായി ഒന്ന് വറുത്താൽ മതി. നല്ല മണം വരുമ്പോൾ നിർത്താം. നമ്മുടെ അരിയിൽ തന്നെ ഈ ചെറുപയറും ഇട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. ഇനി ഇതിനെ നമുക്കൊരു കുക്കറിലിട്ട് 3 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിലിന് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ അരിയും പരിപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇത് ഓവറായി വെന്ത് അങ്ങ് കൂളുപോലെ ആവരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. അതും വെച്ച് വേവാതിരിക്കുകയും അരുത്. ആവശ്യത്തിന് വേവുകയും വേണം. ഈ പരുവാവണം. ഇനി നമുക്കിതിനെ ഒരു കടായിലേക്ക് മാറ്റാം. വേറൊരു അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ നമുക്ക് കിസ്മിസ്, കാഷ്യൂ, തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുക്കണം. കിസ്മിസ് വറുത്ത് നല്ല ബൾബ് പോലെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് കാഷ്യൂ ഇടാം. കാഷ്യൂ അങ്ങ് ഒരുപാട് കരിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചെറുതായി ചോന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിനൊന്ന് എടുക്കണം. ഇതിലേക്ക് ഇനി തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് മൊരിച്ചെടുക്കാം. ഈ നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസ്, കാഷ്യൂ, തേങ്ങക്കൊത്തെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ കൂട്ടിലേക്ക് കല്ലെല്ലാം അരിച്ചു മാറ്റിയ ശർക്കര പാനി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ശർക്കര പാനി ഒഴിച്ച ഈ കൂട്ട് ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പിടണം. മണത്തിനായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിലരിതിലേക്ക് ചിരവിയ തേങ്ങയിടും. അങ്ങനെയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ഇപ്പോൾ ഇടാം. തേങ്ങ ഒന്ന് വേവണമല്ലോ. ഈ കൺസിസ്റ്റൻസി വേണം നമ്മുടെ ശർക്കര പൊങ്കലിന്. കാരണം ഇതിൽ പരിപ്പിട്ടതുകൊണ്ട് തിക്കാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വറുത്ത് വെച്ച കാര്യങ്ങൾ ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഞാൻ എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനാണ്. അവസാനമായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ശർക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. തിക്കാക്കരുത്, ഈ കൺസിസ്റ്റൻസിയിൽ ഇറക്കാം. നമ്മുടെ ശർക്കര പൊങ്കൽ തണുത്തിട്ടുണ്ട്. നോക്കൂ, തിക്കായിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എല്ലാം എനിക്ക് എടുക്കാനുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.